أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ 2 യുദ്ധങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ്. ആദ്യത്തെ യുദ്ധത്തിൻ്റെ പേര് ഗസ്വ ബദറുൽ മൗഇദ് എന്നാകുന്നു. ഇത് ഹിജറ 4-ാം വർഷമാണ് നടന്നത്. ഈ യുദ്ധം ബദറുൽ മൗഇദ്, ബദറുസ് സാനിയ, ബദറുൽ ആഖിറ, ബദറുസ് സുഹറ തുടങ്ങിയ പേരുകളിൽ പ്രസിദ്ധമാണ്. ഈ യുദ്ധം നടന്ന തീയതിയെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇബ്നു ഹിഷാം, ഇബ്നു ഇസാഖ് എന്നിവരുടെ അഭിപ്രായത്തിൽ ഹിജറ 4-ാം വർഷം ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു. വാഖദിയുടെ അഭിപ്രായപ്രകാരം ഈ യുദ്ധം ഹിജറ 4-ാം വർഷം ദുൽഖഅദ മാസത്തിൻ്റെ ചന്ദ്ര ദർശനത്തിനു ശേഷമാണ് നടന്നത്. ബദറിൽ ദുൽഖഅദ 1 മുതൽ 8 വരെ ചന്ത ഉണ്ടാകുമായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ മാസത്തിൽ ബദറിലേക്ക് പുറപ്പെട്ടു. അതായത് മദീനയിൽ നിന്ന് പുറപ്പെട്ട് ദുൽഖഅദയുടെ ചന്ദ്രപ്രവിയുടെ രാത്രിയിലാണ് ബദറിൽ എത്തിയത്. ഏതായാലും ഈ 4 നിവേദനങ്ങളും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം നടന്നത് ഹിജറ 4-ാം വർഷത്തിൽ തന്നെയാണ്. അതേസമയം മാസത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശവ്വാൽ മാസം അവസാനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 സഹാബാക്കളുടെ ഒരു സംഘത്തെയും കൂട്ടി മദീനയിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി എന്നാണ് ഹസ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതേപ്പറ്റി എഴുതിയിട്ടുള്ളത്. ഈ യുദ്ധത്തിനുള്ള കാരണമെന്തെന്നാൽ അബൂ സുഫിയാൻ ബിൻ ഹറബ് ഉഹുദ് യുദ്ധത്തിൽ നിന്ന് തിരിക്കുമ്പോൾ ഉച്ചത്തിൽ അടുത്ത വർഷം ഞങ്ങൾക്കും നിങ്ങൾക്കും ബദറുസ് സഫറ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാമെന്ന് പറയുകയുണ്ടായി. ബദറിനെ ബദറുസ് സഫറ എന്നും പറയാറുണ്ട്. നമുക്ക് അവിടെ വെച്ച് യുദ്ധം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അതെ ഇൻഷാ അല്ലാ എന്ന് പറയാൻ ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു. അല്ലാമ ബൈദാവി എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ ഇൻഷാ അല്ലാ എന്ന് മറുപടി നൽകുകയാണ് ഉണ്ടായത്. ബദർ മക്കയ്ക്കും മദീനയ്ക്കുമിടയിലുള്ള ഒരു സുപ്രസിദ്ധ കിണറാകുന്നു. അത് സഫറ താഴ്വരയ്ക്കും ജാർ എന്ന സ്ഥലത്തിനും ഇടയിലാകുന്നു. ബദർ മദീനയ്ക്ക് തെക്ക് പടിഞ്ഞാറ് 150 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. ജാഹിലിയ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് എല്ലാ വർഷവും ദുൽഖഅദ 1 മുതൽ 8 വരെ മേള നടന്നിരുന്നു. അബൂ സുഫിയാൻ അഹങ്കാരത്തിൽ വിളംബരം നടത്തിയെങ്കിലും വാഗ്ദാനത്തിന് ദിവസമെടുക്കും തോറും അബൂ സുഫിയാൻ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു വലിയ സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന വാർത്ത മദീനക്കാർക്കിടയിൽ എത്താനും അറേബ്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ പരത്താനും മുസ്ലിങ്ങളെ ഭയപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ബനു അസ്ജ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നെയ്ം ബിൻ മസ്ഊദ് മക്കയിൽ പോയി. ഇയാൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അയാൾ അവിടെ അബൂ സുഫിയാനെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായിട്ടാണ് ഞാൻ മക്കയിൽ വന്നിട്ടുള്ളത്. അവരുടെ പക്കൽ നിരവധി ആയുധക്കോപ്പുകളും
ഒട്ടകങ്ങളും കുതിരകളുമുണ്ട്. അവർ തങ്ങളുടെ സുഹൃത്ത് ഗോത്രത്തെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇനി അവർ വളരെ ശക്തമായി ആക്രമണം നടത്തുന്നതാണ്. നോക്കൂ, നിങ്ങളാണ് ഈ യുദ്ധത്തിന് വേണ്ടി അവരെ വെല്ലുവിളിച്ചത്. പ്രസ്തുത വാഗ്ദത്ത സമയം സമാഗതമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യുദ്ധമൈതാനത്ത് നിങ്ങളുടെ പ്രാവീണ്യം കാണിക്കണം. അബൂ സുഫിയാൻ വർത്തമാനം മാറ്റിക്കൊണ്ട് പറഞ്ഞു, നെയ്യും, നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ നാട്ടിൽ കൊടും വരൾച്ചയാണ്. നീണ്ട കാലമായി മഴയില്ല. ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്കും യാത്രാമൃഗങ്ങൾക്കും നൽകാൻ പുൽക്കൊടി പോലുമില്ല. എല്ലാ ഭാഗത്തും പട്ടിണിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ബുദ്ധി. അതിനുവേണ്ടി നിങ്ങൾക്ക് വലിയൊരു കാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് അദ്ദേഹത്തോട് സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ മദീനയിൽ പോയി ഞങ്ങളുടെ ഉറച്ച നിലപാടുകളെയും അംഗബലത്തെയും പറ്റി അതിശയോക്തി കലർത്തി അറിയിപ്പ് കൊടുക്കണം. അത് നല്ലപോലെ പ്രചരിപ്പിക്കണം. അങ്ങനെ ഞങ്ങളുടെ അന്തസ്സ് നിലനിൽക്കുകയും മുസ്ലിങ്ങൾ പേടിച്ചു വരച്ച് ബദറിലേക്ക് വരികയുമില്ല. നെയ്യും ചോദിച്ചു, എനിക്കിതിന് എന്താണ് പ്രതിഫലം തരിക? അബൂ സുഫിയാൻ 20 ഒട്ടകങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ നെയ്യും അത് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം ഈ സമ്മാനം സുഹൈൽ ബിൻ അമ്രിനെ ഏൽപ്പിക്കുക. അതിനുശേഷം ഞാൻ ഈ ജോലി നിർവഹിക്കുന്നതാണ്. സുഹൈൽ അയാളുടെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു. അയാളുടെ ഉറപ്പിനെ തുടർന്ന് നെയ്യും പോകാൻ തയ്യാറായി. ഈ പദ്ധതി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അയാൾക്ക് നല്ല ശീഘ്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒട്ടകത്തെ നൽകുകയും ചെയ്തു. നെയ്യും യാത്രാ ഒരുക്കങ്ങൾ നടത്തി മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അയാൾ അവിടെ എത്തിയപ്പോൾ മുസ്ലിങ്ങൾ വളരെ ആവേശഭരിതരായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ വ്യാപൃതരായിരുന്നു. മുസ്ലിങ്ങൾ അയാളോട് ചോദിച്ചു, നെയ്യും എവിടെ നിന്നാണ് വരുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ഉംറ ചെയ്ത് മക്കയിൽ നിന്ന് വരികയാണ്. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അബൂ സുഫിയാനെ പറ്റി അറിയുമായിരിക്കുമല്ലോ. അയാളുടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയുണ്ട്? അഥവാ നെയ്യും പറഞ്ഞു, അബൂ സുഫിയാൻ വളരെ വലിയ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അയാൾ വലിയ അതിശയോക്തി കലർത്തുകയുണ്ടായി. അബൂ സുഫിയാൻ വളരെ വമ്പിച്ച സൈന്യവുമായിട്ടാണ് വരുന്നത്. അതിനെ നേരിടാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല. ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മദീനയിൽ തന്നെ തങ്ങുന്നതാണ് നല്ലത്. യുദ്ധത്തിനു വേണ്ടി മദീനയ്ക്ക് പുറത്തു പോകരുത്. അയാൾ വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത്. ഓടിപ്പോകുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങളുടെ തലവന്മാർ കൊല്ലപ്പെടുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അസഹനീയമായി പരിക്കുപറ്റുന്നതാണ്. നിങ്ങൾ മദീനയിൽ നിന്ന് പുറത്തുപോയി മരണത്തിൻ്റെ വായിൽ അകപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖേദകരമെന്ന് പറയട്ടെ, നിങ്ങൾ വളരെ വലിയ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ആരും തന്നെ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഭയപ്പെടുത്താൻ നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അയാൾ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ അബൂ സുഫിയാൻ തയ്യാറാക്കിയിട്ടുള്ള സൈന്യത്തിൻ്റെ അംഗബലത്തെപ്പറ്റിയും ചിലപ്പോൾ ആയുധക്കൂമ്പാരത്തെക്കുറിച്ചും മറ്റു ചിലപ്പോൾ ഖുറൈശി മൂപ്പന്മാരുടെ ആവേശത്തിൻ്റെ കഥകളും വേറെ ചിലപ്പോൾ അവരുടെ യുദ്ധനീക്കങ്ങളുടെ വാഴ്ത്തുപാട്ടുകളും കേൾപ്പിച്ചു. അയാൾ തൻ്റെ ദൗത്യം വളരെ സമർത്ഥമായി നിറവേറ്റി. അത് കാരണം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മദീനയുടെ അന്തരീക്ഷം ഭയത്താൽ വിഷലിപ്തമായി. നെയ്യും ബിൻ മസ്ഊദിൻ്റെ നീക്കം ഫലവത്തായി. മുസ്ലിങ്ങളിലെ ദുർബല വിശ്വാസികൾ അയാളുടെ കിംവദന്തികളിൽ ശരിക്കും വശഗതരായി. എത്രത്തോളം എന്നാൽ സംസാരിക്കുന്നവരെല്ലാം നെയ്യും ബിൻ മസ്ഊദിൻ്റെ വാക്കുകളെ അംഗീകരിച്ചു കൊണ്ടിരുന്നു. എല്ലാ സദസ്സുകളിലും അബൂ സുഫിയാന്റെ ഭീകര സൈന്യത്തെയും ഭയാനകമായ ഒരുക്കത്തെയും കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് യഹൂദികൾക്കും മുനാഫിക്കീങ്ങൾക്കും സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇസ്ലാമിനെ വിശ്വസിച്ചവർ ഇനി ഭൂമുഖത്ത് അവശേഷിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം ആശംസകൾ നേർന്നു തുടങ്ങി. മദീനയിലെ ഈ അവസ്ഥകൾക്കിടയിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു തൻ്റെ ദീനിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. തൻ്റെ നബിക്ക് അന്തസ്സ് നൽകുകയും ചെയ്യും. നമ്മൾ ജനതയോട് വാഗ്ദാനം ചെയ്തതാണ്. നമ്മളത് ലംഘിക്കുന്നതല്ല. അതായത് നമ്മൾ രണാങ്കണത്തിൽ പോകുന്നില്ലെങ്കിൽ കാഫിരീങ്ങൾ അത് നമ്മുടെ ഭീരുത്വമായി ഗണിക്കുന്നതാണ്. അങ്ങ് വാഗ്ദാനമനുസരിച്ച് ഞങ്ങളെയും കൊണ്ട് പോകണം. അള്ളാഹുവാണേ, അതിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഈ വികാര പ്രകടനം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലഅഖ്റുജന്ന വഇൻ ലം യഖ്റുജ് മഅയ അഹദ്. ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനിരിക്കുന്നത് അവനാണ് സത്യം. എൻ്റെ കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും ഞാൻ അവരെ നേരിടാൻ പുറപ്പെടുന്നതാണ്. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉറച്ച തീരുമാനവും ധൈര്യവും ആത്മവിശ്വാസവും കണ്ടപ്പോൾ അവരുടെ ഭയാശങ്കകൾ ഇല്ലാതാകുകയും അവർ ആവേശഭരിതരായി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഗസവത്തുൽ മൗഇദയെ പറ്റി എഴുതുന്നു, അബൂ സുഫിയാൻ ബിൻ ഹർബ് ഉഹദിലെ വിജയവും വലിയ സംഘബലവും ഉണ്ടായിരുന്നിട്ട് കൂടി മനസ്സാ ഭയവിഹ്വലനായിരുന്നു. അയാൾ ഇസ്ലാമിനെ നാമാവശേഷമാക്കണമെന്ന വാശിയിൽ ആയിരുന്നെങ്കിലും വലിയൊരു സംഘടിത ശക്തി ആകുന്നതുവരെയും മുസ്ലിങ്ങളെ നേരിടേണ്ടി വരരുതെന്നും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അയാൾ മക്കയിലുള്ളപ്പോൾ തന്നെ ഒരു ചേരിചേരാ ഗോത്രത്തിലെ നയീം എന്നു പേരുള്ള ഒരാളെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും ചട്ടം കെട്ടിയിരുന്നു. അയാൾ മദീനയിലെത്തി ഖുറൈശികളുടെ തയ്യാറെടുപ്പിനെയും ശക്തിയെയും അവരുടെ ആവേശത്തെയും പറ്റി കള്ളക്കഥകൾ കേൾപ്പിച്ചുകൊണ്ട് മദീനയിൽ ഒരു അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി. എത്രമാത്രമെന്നാൽ ദുർബല പ്രകൃതരായ ആളുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഭയപ്പെട്ടു തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, നമ്മൾ കാഫിരീങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പുറപ്പെടുമെന്ന് അന്ന് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ആയതിനാൽ അത് നമുക്ക് ലംഘിക്കാൻ സാധ്യമല്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാലും ഞാൻ പോകുന്നതാണ്. ശത്രുക്കൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നെഞ്ചുവിരിച്ചു നിൽക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ ആളുകളുടെ ഭയം മാറിത്തുടങ്ങുകയും അവർ വലിയ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ വീണ്ടും തയ്യാറെടുപ്പ് തുടങ്ങുകയുമുണ്ടായി. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അബൂ സുഫിയാന്റെ സൈനിക തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭാവത്തിൽ മുനാഫിക്കീങ്ങളുടെ തലവനായ ഉബയ്യ് ബിൻ സുലൂലിൻ്റെ മകനും ആത്മാർത്ഥനും ജീവത്യാഗ സന്നദ്ധനും ഉറച്ച മുസ്ലിമുമായ അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ മദീനയിലെ അമീറായി നിശ്ചയിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ അബ്ദുല്ലാ ബിൻ റവാഹിനെയാണ് അമീറാക്കിയതെന്ന് പറയുന്നു. ഒരുപക്ഷെ വ്യത്യസ്ത ജോലികൾക്ക് രണ്ടുപേരെയും നിയമിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അബ്ദുല്ല എന്ന പേരിൽ നിവേദകന് സംശയം ഉണ്ടായതായിരിക്കാം. ആരെങ്കിലും അബ്ദുല്ല എന്നും മറ്റാരെങ്കിലും അബ്ദുല്ല ബിൻ റബാഹ എന്നും പറഞ്ഞതുമായിരിക്കാം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പതാക ഹദരത്ത് അലിക്ക് നൽകുകയുണ്ടായി. 1500 സഹാബാക്കളുമായി ബദറിലേക്ക് തിരിച്ചു. ഈ സൈന്യത്തിൽ 10 കുതിര സവാരിക്കാരുണ്ടായിരുന്നു. ഒരു കുതിര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളതായിരുന്നു. അതുകൂടാതെ ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് ഉമർ, ഹദരത്ത് അബൂ ഖത്താദ, ഹദരത്ത് സഅദ് ബിൻ സയ്ദ്, ഹദരത്ത് മിഖ്ദാദ് ബിൻ അസ്വദ്, ഹദരത്ത് ഖബ്ബാബ് ബിൻ മുൻസർ, ഹദരത്ത് സുബൈർ ബിൻ അവ്വാം, ഹദരത്ത് ഉബാദ് ബിൻ ബഷർ എന്നിവരുടെ പക്കലും കുതിരയുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ തങ്ങളുടെ കച്ചവടച്ചരക്കുകളുമായി ബദറിലേക്ക് പുറപ്പെട്ടു. ദുൽഖഅദ മാസത്തിൻ്റെ ചന്ദ്രൻ ഉദിച്ചപ്പോൾ മുസ്ലിങ്ങൾ ബദർ മൈതാനത്തെത്തിയിരുന്നു. മുസ്ലിങ്ങൾ അബൂ സുഫിയാനുമായി യുദ്ധത്തിനാണ് പോകുന്നതെങ്കിലും കച്ചവടച്ചരക്കുകളുമായി ഇറങ്ങിയത് അവരുടെ ദൃഢനിശ്ചയവും ധൈര്യവും ബോധ്യവുമാണ് വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമായിരിക്കാം അവർ കച്ചവടച്ചരക്കുകളുമായി പുറപ്പെട്ടത്. ഒന്നുകിൽ അബൂ സുഫിയാൻ യുദ്ധത്തിന് വരുന്നതല്ല, ഇനി വന്നാൽ തന്നെ വളരെ ദയനീയമായി പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നതാണ്. ഈ ദിവസങ്ങളിൽ അവിടെ മേള നടക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാനും കഴിയും. പിന്നീട് വാസ്തവത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനമനുസരിച്ച് ബദറിൽ അബൂ സുഫിയാനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ മുഗ്ഷ ബിൻ അംർ സമ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി. ഇയാൾ സമ്രി ഗോത്രത്തലവൻ ആയിരുന്നു.
ഹിജ്രി 2-ാം വർഷം ഈ ഗോത്രവുമായി മുസ്ലിങ്ങളുടെ ഒരു ഉടമ്പടിയുമുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സമ്രയെ ആക്രമിക്കുകയില്ല. ബനു സമ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ എന്തെങ്കിലും നീക്കം നടത്തുകയോ ഏതെങ്കിലും നീക്കത്തിൽ ഭാഗഭാക്കാക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കളെ സഹായിക്കുകയോ ചെയ്യുന്നതല്ല. അയാൾ വന്നു പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഈ അരുവിയിൽ ഖുറൈശികളുമായി യുദ്ധം ചെയ്യാനാണോ വന്നിട്ടുള്ളത്? അയാളുടെ സംസാരത്തിൽ നിന്ന് അയാൾ ഖുറൈശികളിലേക്ക് ചായ്വുള്ള ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അല്ലയോ ബനു സമ്രയുടെ സഹോദര, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിടയിലുള്ള രഞ്ജിപ്പിന് ഉടമ്പടി അവസാനിപ്പിക്കാം. പിന്നെ അള്ളാഹു ഒരു തീരുമാനമുണ്ടാക്കുന്നതിന് ഞങ്ങൾ നിങ്ങളുമായി യുദ്ധം ചെയ്യാം. മുഹ്ഷി പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് നിങ്ങളുമായി യുദ്ധം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഈ കൂടിക്കാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിഭദ്രമായി ധൈര്യപൂർവം ഈ ഗോത്രക്കാരോട് നിങ്ങളുമായി ചെയ്തിട്ടുള്ള യുദ്ധരഹിത ഉടമ്പടി എന്തെങ്കിലും ധൈര്യക്കുറവ് കൊണ്ടോ ദൗർബല്യം കാരണമോ അല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. മാത്രമല്ല, ഉഹദ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ ദുർബലരാണെന്ന് കരുതി ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന പല ഗോത്രക്കാർക്ക് മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ യുക്തിപൂർവം വിജയപ്രദമായി മുസ്ലിങ്ങളുടെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രഭാവം സ്ഥാപിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ തങ്ങളുടെ വാഗ്ദാനമനുസരിച്ച് ബദ്ർ മൈതാനത്തെത്തിയിരുന്നു. മറുഭാഗത്ത് അബൂ സുഫിയാൻ ഖുറൈശി മൂപ്പന്മാരോട് പറഞ്ഞു, നമ്മൾ നഈം ബിൻ മസൂദിനെ അയച്ചിട്ടുണ്ട്. അയാൾ മുസ്ലിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ധൈര്യക്ഷയം വരുത്തുന്നതാണ്. അയാൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ 1-2 രാത്രികൾക്ക് വേണ്ടി അവിടേക്ക് പോയി തിരിച്ചു വരുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലെങ്കിൽ നമ്മൾ പറയും, ഞങ്ങൾ പോയെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂട്ടരും വരികയുണ്ടായില്ല. അങ്ങനെ അത് നമ്മുടെ വിജയമായി ഗണിക്കപ്പെടും. ഇനി പുറപ്പെട്ടെങ്കിൽ നമ്മളിപ്പോൾ വറുതിയുടെ കാലമാണെന്നും ഞങ്ങൾ സമൃദ്ധിയുടെ കാലത്ത് വരാമെന്നും പറഞ്ഞ് വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു വരുന്നതാണ്. ഖുറൈശികൾ പറഞ്ഞു, ഇത് നല്ല അഭിപ്രായമാണ്. അങ്ങനെ കാഫിര്യങ്ങളുടെ സൈന്യം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അവരുടെ അംഗബലം 2000 അതിൽ 50 കുതിരകളുണ്ടായിരുന്നു. ഈ സൈന്യം മറ സഹ്റാൻ താഴ്വരയിൽ മജ്ന എന്നു പേരുള്ള അരുവിക്കടുത്ത് തമ്പടിച്ചു. മറ സഹ്റാൻ മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ വടക്കാണ്. വറുതി കാരണം ഖുറൈശികളുടെ സാമ്പത്തിക സ്ഥിതി ശരിക്കും മോശമായിരുന്നു. അവരുടെ വരുമാന മാർഗവും കുറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് നിശ്ചിത സമയത്തും സ്ഥലത്തും, അതായത് ബദറിലെത്താൻ ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നാണക്കേടാകുമോ എന്ന ഭയം കാരണം സൈന്യം പുറപ്പെടുകയുണ്ടായി. അവരുടെ സൈന്യാധിപൻ മക്കയിൽ വെച്ച് തന്നെ അസ്വസ്ഥനും നിരാശനുമായിരുന്നു. മുസ്ലിങ്ങളുമായി ഉണ്ടാകുന്ന യുദ്ധം എന്താകുമെന്ന ആധീനമായിരുന്നു. അതിൻ്റെ ഭയം കാരണം അയാൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. മറ സഹ്റാനിലെത്തിയപ്പോഴേക്കും അയാളുടെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. അയാൾ തിരിച്ചു പോകുന്നതിനുള്ള ഉപായങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. അവസാനം തിരിച്ചു പോവുകയാണെന്ന് അയാൾ തൻ്റെ സൈന്യത്തിനിടയിൽ വിളംബരം ചെയ്യാനും കാരണങ്ങൾ വിശദമാക്കാനും എഴുന്നേറ്റ് നിന്നു. അയാൾ പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, സമൃദ്ധിയുടെയും പച്ചപ്പിൻ്റെയും കാലമാണ് നിങ്ങൾക്ക് യുദ്ധത്തിന് അനുയോജ്യമായ കാലം. അങ്ങനെയായാൽ നിങ്ങൾക്ക് മൃഗങ്ങളെ മേയ്ക്കാനും അവയുടെ പാൽ കുടിക്കാനും കഴിയുന്നതാണ്. ഇപ്പോൾ വറുതിയുടെ കാലമാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. നിങ്ങളും തിരിച്ചു പോരുക. അബൂ സുഫിയാന്റെ ഈ തീരുമാനത്തെ എതിർക്കാതെ എല്ലാവരും തിരിച്ചു പോകാൻ തയ്യാറായി. ആരും തന്നെ യാത്ര തുടരാനോ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാനോ അഭിപ്രായപ്പെട്ടില്ല. ഈ സൈന്യത്തിൽ ആകമാനം മുസ്ലിങ്ങളോടുള്ള ഭയം പരന്നിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനമനുസരിച്ച് അബൂ സുഫിയാനെയും പ്രതീക്ഷിച്ച് ബദറിൽ 8 ദിവസം തങ്ങിയ ശേഷം മദീനയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗസ്വയുമായി ബന്ധപ്പെട്ട് മൊത്തം 16 രാത്രികൾ മദീനയ്ക്ക് പുറത്ത് കഴിച്ചു കൂട്ടുകയുണ്ടായി. ശത്രു പോരാട്ടത്തിന് വരാൻ ധൈര്യപ്പെട്ടില്ല. അവർ നല്ലപോലെ ഇളിംഭ്യരായി. മുസ്ലിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തുള്ള ചില തദ്ദേശ കാഫിര്യങ്ങൾ
മക്ക ഖുറൈശികളോട് ചായ്വുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ധൈര്യപൂർവ്വം അവർക്കുമേൽ തൻ്റെ ദൃഢനിശ്ചയം വെളിപ്പെടുത്തിയപ്പോൾ അവരും പത്തിമടക്കി. ബദറിലെ ചില കച്ചവടക്കാർ തിരക്കൊഴിഞ്ഞപ്പോൾ മക്കയിൽ പോയി അബൂ സുഫിയാനോട് മുസ്ലിങ്ങളുടെ സംഘടിത ശക്തിയെപ്പറ്റി വളരെ വിശദമായി ബോധ്യപ്പെടുത്തുകയുണ്ടായി. അബൂ സുഫിയാനും അയാളുടെ കൂട്ടുകാരും തങ്ങളുടെ ധൈര്യക്ഷയത്തിലും വാഗ്ദാന ലംഘനത്തിലും വളരെ ലജ്ജിതരായിരുന്നു. ഈ ഗസവയിൽ യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ അന്തസ്സും ആത്മവിശ്വാസവും നിലനിൽക്കുകയുണ്ടായി. ശത്രുവിൻ്റെ ഭയം നല്ലപോലെ വർദ്ധിക്കുകയും ചെയ്തു. ഇത് സംബന്ധമായി ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 സഹാബാക്കളുമായി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മറുഭാഗത്ത് അബൂ സുഫിയാൻ തൻ്റെ 2000 സൈനികരുമായി മക്കയിൽ നിന്നും പുറപ്പെടുകയുണ്ടായി. മുസ്ലിങ്ങൾ തങ്ങളുടെ വാഗ്ദാനമനുസരിച്ച് ബദറിലെത്തിയെങ്കിലും ദൈവിക ഇടപെടൽ കാരണം ഖുറൈശികളുടെ സൈന്യം കുറച്ചു ദൂരം വന്ന് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ കഥ എന്തെന്നാൽ, അബൂ സുഫിയാന് നെയ്യം എന്നയാളെപ്പറ്റി അറിഞ്ഞപ്പോൾ ഉള്ളിൽ ഭയമായി. ഈ വർഷം കൊടും വറുതിയാണെന്നും ആളുകൾ ഞെരുക്കത്തിലാണെന്നും ഈ സമയത്ത് യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ലെന്നും സമൃദ്ധി ഉണ്ടാകുമ്പോൾ കുറെ കൂടി തയ്യാറെടുപ്പുമായി വന്ന് മദീനയെ ആക്രമിക്കാമെന്നും പറഞ്ഞ് തൻ്റെ സൈന്യത്തെ വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇസ്ലാമിക സൈന്യം 8 ദിവസം വരെ ബദറിൽ തങ്ങുകയുണ്ടായി. അവിടെ ദുൽഖഅദ മാസം ആരംഭത്തിൽ എല്ലാ വർഷവും മേള നടന്നിരുന്നു. അതിനാൽ ഈ ദിവസങ്ങളിൽ നിരവധി സഹാബാക്കൾ മേളയിൽ കച്ചവടം നടത്തി നല്ല ലാഭമുണ്ടാക്കുകയും ചെയ്തു. അവർ 8 ദിവസം കൊണ്ട് തങ്ങളുടെ മൂലധനം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അങ്ങനെ മേള സമാപിക്കുകയും ഖുറൈശി സൈന്യം വരാതിരിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചുപോയി. ഖുറൈശികൾ മക്കയിൽ തിരിച്ചെത്തി മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഖുറൈശികൾ തിരിച്ചെത്തി തങ്ങളുടെ നാണക്കേട് മറച്ചുവെക്കാനും മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്താനും വീണ്ടും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയുണ്ടായി. ഏതായാലും ഇതായിരുന്നു ഈ ഗസവയുടെ പര്യവസാനം. രണ്ടാമത്തെ ഗസവ ധൂമത്തുൽ ജന്തൽ ആകുന്നു. ഇത് ഹിജ്രി 5-ാം വർഷം റബീഉൽ അവൽ മാസമാണ് ഉണ്ടായത്. ധൂമത്തുൽ ജന്തൽ മദീനയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ ദൂരെയാണ്. പുരാതന കാലത്ത് ഇവിടെ എത്താൻ 15-17 ദിവസം യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് മദീനയ്ക്ക് വടക്ക് ഷാമിലെ അതിർത്തിക്ക് തൊട്ടടുത്ത പ്രദേശമാകുന്നു. ഇവിടെ ബനു ഖസാ ഗോത്രത്തിൻ്റെ ശാഖയായ ബനു കൽബിലെ ജനങ്ങൾ വസിച്ചിരുന്നു. ഇവിടെ ബനു കൽബിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ വാണിജ്യമേള നടന്നിരുന്നു. ധൂമത്തുൽ ജന്തൽ എന്ന് പേര് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? അവിടെ ഒരു പ്രത്യേകതരം കല്ലുകൊണ്ട് ഒരു കോട്ട ഉണ്ടാക്കിയിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ ഒഴുക്ക് കാരണം ഉരുളൻ കല്ലുകൾ പ്രത്യേക അളവിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനും ധൂമ എന്ന് പറയാറുണ്ട്. ഈ സ്ഥലത്തിന് ധൂമ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം ഹസ്രത്ത് ഇസ്മായിലിൻ്റെ 2 മക്കളായ ധൂമയിലേക്കോ ദുമാനിലേക്കോ ചേർത്തതുകൊണ്ടാകാനും സാധ്യതയുണ്ട്. ഏതായാലും ഇതാണ് ഈ പേരിനുള്ള കാരണം. ഈ ഗസവയുടെ തീയതിയെയും സൈനിക ബലത്തെയും കുറിച്ച് എഴുതുന്നു. ഇതുവരെയും ശത്രുക്കളുമായുണ്ടായ എല്ലാ യുദ്ധങ്ങളും ഏറെക്കുറെ മദീനയ്ക്കും ഹിജാസിനും അടുത്ത് പരിമിതമായിരുന്നു. എന്നാൽ ഇത് മദീനയിൽ നിന്ന് ഏകദേശം 15 ദിവസത്തെ യാത്രാ ദൂരമുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്ഥാനമായ ഷാമിൻ്റെ അതിർത്തിക്ക് സമീപം നടക്കാൻ പോകുന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാകുന്നു. മുസ്ലിങ്ങളുമായി തുടരെ പരാജയപ്പെടുന്നതും മുസ്ലിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന മേൽക്കോയ്മയും മനസ്സിലാക്കിക്കൊണ്ട് ദീനിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വേരോടെ പിഴുതെറിയാൻ അവസരം കാത്തു കഴിയുകയായിരുന്നു. ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മദീനയുടെ ഏറ്റവും വടക്കേയറ്റത്ത് ഷാമിലെ അതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന ധൂമത്തുൽ ജന്തലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കഴിയുന്ന ഗോത്രങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കാൻ തുടങ്ങി. ഞങ്ങൾ ആക്രമിക്കുന്നതാണെന്ന് വെല്ലുവിളി ഉയർത്തി. ഇവർ കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട്
അവർ വെല്ലുവിളിക്കുക മാത്രമല്ല കലാപവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടുന്ന മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ധൂമത്തുൽ ജന്തലിലെ ഈ ഗോത്രങ്ങളുടെ എല്ലാ നീക്കങ്ങളെയും പറ്റിയും അറിയിച്ചു കൊടുത്തപ്പോൾ ധൂമത്തുൽ ജന്തലിലെ ഗോത്രങ്ങൾ വലിയ സൈന്യത്തെ തയ്യാറാക്കി മദീനയെ ആക്രമിക്കുന്നതിന് മുമ്പേ അവരുടെ പ്രദേശത്തു പോയി അവരെ മദീനയ്ക്കുമേൽ സൈനിക നീക്കത്തിൽ നിന്ന് തടയാനും കച്ചവട സംഘങ്ങൾക്ക് സമാധാനപൂർവ്വം എത്താൻ കഴിയുന്നതിനും അവരെ ഛിന്ന ഭിന്നമാക്കുകയാണ് ഉചിതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഇതിൻ്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ തയ്യാറാക്കി പുറപ്പെടാൻ ആളുകൾക്ക് കൽപ്പന നൽകി. മദീനയിൽ ഹദ്റത്ത് സബാഹ് ബിൻ അർഫദ ഗഫാരിയെ തൻ്റെ പ്രതിനിധിയായി നിയമിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 സഹാബാക്കളുടെ സൈന്യവുമായാണ് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി യാത്ര ചെയ്യുകയും പകൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. ബനു അസറയിലെ ഒരാൾ വഴി കാണിക്കാൻ കൂടെയുണ്ടായിരുന്നു. അയാളുടെ പേര് മസ്കൂർ എന്നായിരുന്നു. അയാൾ നല്ല പ്രാവീണ്യമുള്ള വഴികാട്ടിയായിരുന്നു. ശത്രുക്കൾക്ക് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി അയാൾ വളരെ വേഗം നീങ്ങുകയും സ്ഥിരം വഴി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൂമത്തുൽ ജന്തലിൻ്റെ അടുത്തെത്തിയപ്പോൾ വഴികാട്ടി പറഞ്ഞു, ഇത് ബനു തമീമിൻ്റെ മേച്ചിൽപ്പുറമാണ്. ഇവിടെ അവരുടെ ഒട്ടകങ്ങളും വളർത്തുമൃഗങ്ങളുമാണുള്ളത്. താങ്കൾ ഇവിടെ നിന്നാലും ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. അങ്ങനെ അസ്രി ഒറ്റയ്ക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി. അവിടെ നാൽക്കാലികളുടെയും ആടുകളുടെയും അടയാളങ്ങൾ കണ്ടിരുന്നു. അവർ തങ്ങളുടെ അഭയകേന്ദ്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. തുടർന്ന് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി താൻ അവരുടെ സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെടുകയും അവരുടെ മൃഗങ്ങളെയും നാൽക്കാലികളെയും ആക്രമിക്കുകയുമുണ്ടായി. അതിൽ പലതിനെയും പിടികൂടി. ബാക്കിയുള്ളവ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അവിടെ യുദ്ധം ചെയ്യാൻ തയ്യാറായി ഒളിഞ്ഞിരുന്ന ധൂമത്തുൽ ജന്തൽക്കാർ ചിതറിപ്പിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മൈതാനത്തിൽ തമ്പടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏതാനും ദിവസം താമസിക്കുകയുണ്ടായി. വിവിധ ഗോത്രങ്ങൾ ചുറ്റുപാടും കൂടി. ഇസ്ലാമിക സൈനിക സംഘം സുരക്ഷിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ തിരിച്ചെത്തി. എല്ലാ സംഘങ്ങളും കുറച്ച് ഒട്ടകങ്ങളെയുമായിട്ടാണ് വന്നത്. പക്ഷെ അവർക്ക് ആളുകളെ ആരെയും കിട്ടിയില്ല. ഹദരത്ത് മുഹമ്മദ് ബിൻ മസ്ലമ മാത്രം ഒരാളെ ബന്ദിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അയാളുടെ കൂട്ടുകാരെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രി താങ്കൾ അവരുടെ മൃഗങ്ങളെ പിടികൂടിയെന്ന് അറിഞ്ഞപ്പോൾ അവർ ഓടിപ്പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അയാൾ മുസ്ലിം ആവുകയും ചെയ്തു. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധമായി, അതായത് ധൂമത്തുൽ ജന്തൽ ഗസ്വയെപ്പറ്റി എഴുതുന്നു. ധൂമത്തുൽ ജന്തൽ ഷാമിൻ്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മദീനയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 15-16 ദിവസത്തെ യാത്രാ ദൈർഘ്യത്തേക്കാൾ കുറവായിരുന്നില്ല. ഈ ഗസ്വയ്ക്കുള്ള കാരണം എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ധൂമത്തുൽ ജന്തലിൽ ആളുകൾ ഒത്തുകൂടി കൊള്ളയടിക്കുന്നുവെന്ന് അറിയാനിടയായി. അതായത് അതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരെയും സംഘങ്ങളെയും മറ്റും ആക്രമിച്ച് അവരെ ദ്രോഹിക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇവർ മദീനയിലേക്ക് തിരിഞ്ഞ് മുസ്ലിങ്ങൾക്ക് പ്രയാസത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യുദ്ധനീക്കങ്ങളുടെയെല്ലാം യഥാർത്ഥ ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇവരുടെ കൊള്ളയടി കാരണം ബാഹ്യമായി കൂടുതൽ ആശങ്കയ്ക്ക് വകയൊന്നും ഇല്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഈ കൊള്ളയുടെയും അക്രമത്തിൻ്റെയും ശൃംഖല തടയാൻ അവിടേക്ക് പോകണമെന്ന് ആഹ്വാനം ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഹ്വാനപ്രകാരം 1000 സഹാബാക്കൾ ഈ വിദൂര പ്രദേശത്തേക്കുള്ള പ്രയാസഭരിതമായ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 5-ാം വർഷം റബീഉൽ അവ്വൽ മാസം മദീനയിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. 15-16 ദിവസത്തെ നീണ്ട പ്രയാസം നിറഞ്ഞ ദൂരം താണ്ടി ധൂമത്തുൽ ജന്തലിന് സമീപമെത്തി. അവിടെ എത്തിയപ്പോഴാണ് അവർ മുസ്ലിങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പല ഭാഗത്തേക്കും
ചിതറിപ്പിരിഞ്ഞിരിക്കുകയാണെന്ന് അറിഞ്ഞത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏതാനും ദിവസം തങ്ങുകയുണ്ടായി. കുഴപ്പക്കാരെ കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ സംഘങ്ങളെയും പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷെ അവരെപ്പറ്റി ഒന്നും അറിയാൻ കഴിയാത്ത വിധം അവരവിടെ നിന്ന് അപ്രത്യക്ഷരാവുകയുണ്ടായി. അതേസമയം അവരുടെ ഒരു ആട്ടിടയൻ മുസ്ലിങ്ങളുടെ കയ്യിൽ ബന്ദിയാക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തബ്ലീഗ് ഫലമായി മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസങ്ങൾ അവിടെ തങ്ങിയതിനു ശേഷം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ധൂമത്തുൽ ജന്ദിൽ നിന്ന് തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ച് എഴുതുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 3 ദിവസത്തെ താമസത്തിന് ശേഷം മുഴുവൻ സൈന്യത്തെയും കൂട്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. റബീഉസ്സാനി 20 മദീനയിൽ തിരിച്ചെത്തി. ഒരു ഗ്രന്ഥകാരൻ ധൂമത്തുൽ ജന്ദൽ ഗസ്വയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് എഴുതുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ ഈ ഗസ്വയുടെ നിരവധി ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഒരു യുദ്ധമല്ലായിരുന്നുവെങ്കിൽ പോലും അറേബ്യൻ ഉപദ്വീപിന്റെ വടക്കുള്ള അവസ്ഥകളെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും സംരക്ഷണമൊരുക്കാനും അവസരം ലഭിക്കുകയുണ്ടായി. അറേബ്യൻ ഉപദ്വീപിന്റെ ശക്തിയുടെ യഥാർത്ഥ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നതും അതിൻ്റെ പരിധിയിൽ വരുന്നു. അതോടൊപ്പം ധൂമത്തുൽ ജന്ദൽ ഗസ്വ അതിൻ്റെ പരിണിത ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും വളരെ ഗുണപ്രദമായിരുന്നു. മുഴുവൻ നാടിനെ പറ്റിയും അറിയാൻ കഴിഞ്ഞു. പ്രദേശത്തെക്കുറിച്ച് അറിയേണ്ടതും അക്രമം നടക്കുന്നത് അകറ്റേണ്ടതും അനിവാര്യമായിരുന്നു. ഏതായാലും എഴുതുന്നു, പ്രത്യക്ഷത്തിൽ നടക്കാതെ പോയ ഈ യുദ്ധം ദൈവാനുഗ്രഹത്താൽ മുസ്ലിങ്ങൾക്ക് ഭാവിയിൽ വിജയ പിന്തുണകളുടെ ഫലങ്ങൾ സ്വരുക്കൂട്ടുകയായിരുന്നു. ഈ സൈനിക നീക്കം ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള യുദ്ധകവാടത്തെ കൊട്ടിയടയ്ക്കുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തെ തടയാനുള്ള നടപടിയായിരുന്നു. കാരണം നിരവധി അറേബ്യൻ ഗോത്രങ്ങൾ മദീനയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, ഇത് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ താൽക്കാലിക പരാജയത്തെ മുതലെടുത്തുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ സ്വപ്നം കണ്ടിരുന്ന ഗോത്രങ്ങളുടെ ആക്രമ സാധ്യതയെ തടുക്കുന്നതിനുള്ള ഒരു രാഷ്ട്രതന്ത്രപരമായ നീക്കവുമായിരുന്നു. ഈ യുദ്ധനീക്കം ഒരിക്കലും റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന അറബികളുടെ മാനസികമായ പതിതാവസ്ഥയെ ഇല്ലാതാക്കുന്നതുമായിരുന്നു. ഒരു കൂട്ടർ മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തെ ഒരിക്കലും നേരിടാൻ സാധ്യമല്ലെന്ന അറബികൾക്കുള്ളിലുണ്ടായിരുന്ന പ്രഭാവം ഈ നീക്കത്തിലൂടെ അകലുകയുണ്ടായി. അവരുടെ സന്ദേശം അറബികൾക്ക് മാത്രം പരിമിതമല്ലെന്നും മറിച്ച് അത് ആഗോള സന്ദേശമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുന്നതും ഇതിന് ലക്ഷ്യമായിരുന്നു. ഈ നീക്കത്തിലൂടെ ഈ നിലയ്ക്കും മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തുകയുണ്ടായി. ഈ സത്വരവും നിർണായകവുമായ നീക്കവും യുക്തിഭദ്രമായ ആസൂത്രണവും മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാജ്യത്ത് സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിലും സ്ഥിതിവിശേഷങ്ങളിൽ നിയന്ത്രണം കരസ്ഥമാക്കുന്നതിലും വിജയിക്കുകയുണ്ടായി. അങ്ങനെ സമയഗതിയുടെ മുഖം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി തിരിച്ചുവിടുകയും ചെയ്തു. എല്ലാ ഭാഗത്തു നിന്നും അവരെ നിരന്തരം വലയം ചെയ്തിരുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ പ്രയാസങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കാനും കഴിഞ്ഞു. എതിരാളികളായ അനേകം ആളുകൾ ഈ നീക്കം കാരണം പിന്മാറുകയുണ്ടായി. അങ്ങനെ മുനാഫിക്കീങ്ങൾ നിശബ്ദരും നിരാശരുമായി മാറി. അറേബ്യയിലെ ഗ്രാമീണവാസികൾ അയഞ്ഞു. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പരത്താനും റബ്ബുൽ ആലമീന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും അവസരം കൈവരികയും ചെയ്തു. നബിചരിത്രത്തിൽ ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംബന്ധമായി എഴുതുന്നു, ഈ ഗസ്വയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം വലിയൊരു ഉദ്ദേശം രാജ്യത്ത് സമാധാന സ്ഥാപനത്തിനുള്ള ആദ്യത്തെ ഗസ്വയായിരുന്നു എന്നുള്ളതാണ്. ധൂമക്കാർക്ക് മുസ്ലിങ്ങളുമായി യാതൊരു വഴക്കമില്ലായിരുന്നു. അവർ ഒരുപാട് അകലെയായിരുന്നതിനാൽ പ്രത്യക്ഷത്തിൽ ഈ ആശങ്ക യഥാർത്ഥ അപകടാവസ്ഥയായി മാറില്ലായിരുന്നു. അവർ ഇത്രയും നീണ്ട യാത്രയുടെ പ്രയാസങ്ങൾ സഹിച്ച് മദീനയിലെ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിമിത്തമാകില്ലായിരുന്നു. ആയതിനാൽ അവരെ നേരിടാൻ 15-16 ദിവസത്തെ പ്രയാസഭരിതമായ യാത്ര ചെയ്തത് വാസ്തവത്തിൽ അവർ തങ്ങളുടെ നാട്ടിൽ തുടങ്ങിവെച്ചിരുന്ന കൊള്ളയടിയുടെ ശൃംഖലയും നിരപരാധികളായ സംഘങ്ങളെയും യാത്രക്കാരെയും ദ്രോഹിക്കുന്നതും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ചുരുക്കത്തിൽ മുസ്ലിങ്ങളുടെ ഈ യാത്ര പൊതുനന്മയ്ക്കും രാജ്യത്തിൻ്റെ പൊതുവായ അഭിവൃദ്ധിക്കും വേണ്ടിയായിരുന്നു. അതല്ലാതെ യാതൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ലായിരുന്നു.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പ്രകാരമുള്ള മുസ്ലിങ്ങളുടെ ആരംഭകാല യുദ്ധങ്ങളെ മൃഗീയമെന്നും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയെന്നും തികച്ചും അക്രമവും അനീതിയും മുഖേന പറയുന്നവർക്കുള്ള കർമ്മപരമായ മറുപടിയാകുന്നു. ഈ ഗസവ കൊണ്ടുണ്ടായ മറ്റൊരു നേട്ടം, ധൂമക്കാർ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ കലാപപരമായ നീക്കങ്ങളിൽ നിന്നും പിന്മാറി എന്നതാണ്. മർദ്ദിതരായ യാത്രക്കാർക്ക് പ്രസ്തുത അക്രമത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഷാമിന്റെ അതിർത്തിയിൽ മുസ്ലിങ്ങളുടെ പേര് മാത്രമേ കേട്ടിരുന്നുള്ളൂ. ആളുകൾ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അജ്ഞരുമായിരുന്നു. അവർക്കും ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അവിടെയുള്ള ആളുകൾ ഒരു പരിധിവരെ മുസ്ലിങ്ങളുടെ രീതിയെയും സംസ്കാരത്തെയും കുറിച്ച് അറിയാനിടയായി. ധൂമത്തുൽ ജന്തലിന്റെ പരിസര പ്രദേശങ്ങളിൽ ചില ക്രിസ്ത്യാനികളും വസിച്ചിരുന്നു. പക്ഷേ നിവേദനങ്ങളിൽ ഒന്നും തന്നെ ഈ കലാപകാരികൾ ക്രിസ്ത്യാനികളായിരുന്നോ അതല്ല വിഗ്രഹാരാധകരായ മുശ്രിക്കുകളാണോ എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഇവർ മുശ്രിക്കുകൾ ആണെന്ന് തോന്നുന്നു. കാരണം ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള നീക്കമായിരുന്നുവെങ്കിൽ ചരിത്രകാരന്മാർ തീർച്ചയായും അത് രേഖപ്പെടുത്തുമായിരുന്നു. ക്രിസ്തീയ ചരിത്രകാരന്മാരും എഴുതുമായിരുന്നു. ഏതായാലും അള്ളാഹുവിനെ നന്നായി അറിയുകയുള്ളൂ. ചുരുക്കത്തിൽ ഈ ഗസവകൾ ശത്രുക്കളുടെ ദ്രോഹങ്ങൾ തടയാനും അവരുടെ ദ്രോഹചിന്തകളെ ഇല്ലാതാക്കാനും സമാധാനാന്തരീക്ഷം സ്ഥാപിക്കാനും വേണ്ടി ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. അതല്ലാതെ എന്തെങ്കിലും കൊള്ളയും കൊലയും അനാവശ്യ കൈകടത്തലുകൾ നടത്താനും സമാധാനം നശിപ്പിക്കാനുമല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേലുള്ള ഇത്തരം ആരോപണങ്ങളെ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുന്നു. കാരണം യുദ്ധം നടക്കാതെ വന്നപ്പോൾ അവർ ശാന്തരായി തിരിച്ചു വരികയാണുണ്ടായത്. ആർക്കും നഷ്ടമുണ്ടാക്കിയില്ല. നാട്ടിൽ പൊതുവിൽ മുസ്ലിങ്ങളുടെ ഈ നിലപാട് കാരണം സമാധാനം സ്ഥാപിതമായി. അക്രമത്തിൽ നിന്ന് മുസ്ലിം സംഘങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിലെ മറ്റ് സംഘങ്ങൾക്കും രക്ഷ ലഭിച്ചു. ഈ രണ്ട് ഗസവകളുടെയും പരാമർശങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും ദുആയിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു ലോകത്ത് മൊത്തത്തിൽ സമാധാനം സ്ഥാപിക്കുമാറാകട്ടെ. ആ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലത്ത് പരിശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമന ലക്ഷ്യവും ഇസ്ലാമിൻ്റെ അധ്യാപനവും ഇതുതന്നെയാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം മുഖേന മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിന് ദുആകൾ അനിവാര്യമാകുന്നു. ലൗകികരായ ആളുകൾ പ്രത്യക്ഷത്തിൽ സ്വന്തം കാലുകളിൽ തന്നെ കോടാലി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. പ്രത്യക്ഷത്തിൽ സമാധാനത്തിനുള്ള യാതൊരവസ്ഥയും കാണപ്പെടുന്നില്ല. മറ്റൊന്ന്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കം ത്വരിതഗതിയിലാക്കിയിരിക്കുന്നു. അങ്ങനെ ആകുകയാണ്. ഭാവിയിൽ അത് കൂടുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയ്ക്കുള്ള സംവിധാനം ഒരുക്കേണ്ടി വരുന്നതാണ്. ഒരൈക്യം ഉണ്ടാക്കേണ്ടി വരും. തങ്ങളുടെ അവസ്ഥകളെ നന്നാക്കേണ്ടി വരും. ഇതവർക്ക് മനസ്സിലാക്കാൻ അള്ളാഹു കനിയുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങളിൽ സുഡാനിലും മറ്റും മുസ്ലിങ്ങളെ തന്നെ ദ്രോഹിക്കുന്നു. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും സമാധാനം സ്ഥാപിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. തങ്ങളുടെ ദീനിന്റെ ലക്ഷ്യം ഇവർ മറന്നുപോയിരിക്കുന്നു. സഹോദരങ്ങളെ കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ അന്യരും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. തങ്ങളുടെ അഹംഭാവവും സ്വാർത്ഥ താല്പര്യവും പൂർത്തിയാക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സേവനത്തിനും സമാധാനം ഇല്ലാതാക്കുന്നതിന് പകരം സമാധാനം സ്ഥാപിക്കുന്നതിനും അള്ളാഹു ഇവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر